ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ആശാ വർക്കർമാർ. ഇടത് സർക്കാർ ആശാ വർക്കർമാരെ ചേർത്ത് നിർത്തുകയല്ല, ഞെരുക്കിക്കൊല്ലുകയാണ്. ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോയത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ആശാ വർക്കർമാർ പറയുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച ഇവരുടെ നിരാഹാര സമരം 2ാം ദിവസവും തുടരുകയാണ്. ഞങ്ങൾ ശക്തമായി തുടരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഞങ്ങൾ ആവശ്യപ്പെട്ടത് കിട്ടിയല്ലാതെ ഇവിടെ നിന്ന് മാറില്ല. മരിച്ചാലും ശരി തന്നെ, മക്കളെ എത്ര താമസിച്ച് തന്നാലും ശരി തന്നെ, മരിച്ചാലും ശരി ഞങ്ങൾ വാങ്ങിയിട്ടേ പോവുള്ളൂ. എന്തിനാ ഞങ്ങളെ ഈ പാവങ്ങളെ പറ്റി കള്ളം പറയണത്? ഇവർ ചേർത്ത് പിടിക്കണം, എവിടെ ചേർത്ത് പിടിക്കണം? വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ആശാ വർക്കർമാരുടെ സമരം അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരുടെ ദിവസം 40, അവരുടെ സമരം 40 ദിനങ്ങൾ കടന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ്, ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 40ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 2ാമത്തെ ദിവസമാണ് ആശാ വർക്കർമാർ 3 പേർ നിരാഹാര സമരം ഇരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നിരവധി പ്രതിനിധികളാണ് ഇവർക്ക് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന സമരപ്പന്തലിലേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 പേർ ഇപ്പോഴും നിരാഹാര സമരത്തിൽ തന്നെ തുടരുകയാണ്. സമരം ചെയ്യുന്ന ആശമാർക്ക് ആരോഗ്യമന്ത്രി ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് കാരണമെന്നും ശാഠ്യം പിടിക്കുകയാണെന്നും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ MP രാജേഷ് പറയുകയുണ്ടായി. ഇത് തങ്ങളുടെ ശാഠ്യമല്ല, ഇത് തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ ജീവിത ലക്ഷ്യമാണ് എന്നാണ് ആശാ വർക്കർമാർ ഇന്നിൽ പ്രതികരിച്ചത്. ഇപ്പോൾ നിരവധി ആശാ പ്രവർത്തകർ ഇപ്പോൾ കൂടുതലായി തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചേച്ചി ഇതിപ്പോ MP രാജേഷ് മന്ത്രിസഭയിൽ പറഞ്ഞു ശാഠ്യം പിടിക്കുവാണ്, ഇവിടെ സമരം ചെയ്ത് ശാഠ്യം പിടിക്കുവാണെന്ന് പറഞ്ഞു. അതിലെന്താണ് പറയാനുള്ളത്? ശാഠ്യം പിടിക്കല്ല, ഞങ്ങളെ അവകാശം, ഞങ്ങൾക്ക് ജീവിക്കണം. മിനിമം കൂലി 700 രൂപ, അതാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പം ഞങ്ങൾക്കൊരു ശാഠ്യമില്ല. ഞങ്ങൾക്കുള്ള ഇത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം വിട്ടു പോകും, അല്ലാതെ വേറെ ഒരു ശാഠ്യമില്ല. എല്ലാവരെ പോലെയുള്ള ജീവിക്കാൻ ഞങ്ങൾക്കും കാശ് വേണ്ടേ? 232 രൂപയുണ്ട് നമുക്കിന്ന് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് ഞങ്ങൾക്ക് അവകാശം ഞങ്ങൾക്ക് നേടിത്തന്ന ഞങ്ങളുടനെ പോകും, അല്ലാതെ വേറെ ഒരു ശാഠ്യം ഇതിനില്ല. ആശാ വർക്കർമാരെല്ലാവരും ഒറ്റക്കെട്ടായി വന്നിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ഒരേപോലെയാണ്. പല അവസ്ഥയിലിരിക്കുന്നവരുണ്ട്, ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട്, ജോലി പിന്നെ അച്ഛനും അമ്മയ്ക്കും അസുഖമായി കിടക്കുന്നവരുണ്ട്. അങ്ങനെ ഇവർക്കൊക്കെ മരുന്ന് വാങ്ങണമെങ്കിലും ആഹാരം കഴിക്കണം, 232 രൂപ ഉണ്ടാവില്ല. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഞങ്ങൾക്കൊരു ശാഠ്യമല്ല, ഞങ്ങൾക്കുള്ള അവകാശം മിനിമം കൂലി 700 രൂപ. അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു ശാഠ്യമില്ല. തീർച്ചയായിട്ടും വിനോദ്, അവർ പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ആശാ വർക്കർമാർ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ശാഠ്യമല്ല, അവരുടെ അവകാശമാണ്. സാധാരണ ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശം മാത്രമാണ് തങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ആവശ്യം കൂടി എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കാണാതെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ശാഠ്യമായിട്ട് ഇതിനെ കാണുന്നത് തന്നെ വളരെ വലിയ തെറ്റാണ്. അത് സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശാഠ്യം എന്ന് ഇതിനെ പറഞ്ഞ് അത്രയും ഇതിനെ ഒരു വിലക്കുറച്ച് കാണുന്നത് എന്നാണ് ഇപ്പോൾ നമ്മളോട് ആശാ വർക്കർമാർ പ്രതികരിച്ചിരിക്കുന്നത്. ഇവരെന്തായാലും ഈ സമരം കൊണ്ട് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യമന്ത്രി ഇതുവരെ 2ാം നാളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സമരം തുടങ്ങിയിട്ട്, ഇവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട്. എന്നിട്ട് കൂടി യാതൊരു തരത്തിലുള്ള നടപടികളോ ഒരു സർക്കാർ പ്രവർത്തകരോ ഒന്നും തന്നെ ഇവിടെ ആശാ വർക്കർമാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരും തന്നെ ഇവരെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഇവരുടെ ഈ സമരം മുന്നോട്ട് പോകുന്നത് എന്നൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ MP രാജേഷ് പറയേണ്ടത് ഇവരും ശാഠ്യമാണെന്ന്. ഇത് ശാഠ്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് തങ്ങളുടെ ന്യായമായ അവകാശം മാത്രമാണ്. ഈ അവകാശം തൃപ്തീകരിക്കേണ്ട ആവശ്യമുള്ളത് സർക്കാരിന്റെ ആവശ്യമാണ്. സർക്കാർ ഇത് എന്തായാലും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇനിയെങ്കിലും സർക്കാർ 40 ദിവസമായി ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, ഈ ഒരു ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ഉറപ്പിച്ച് വീണ്ടും ഊന്നി പറയുകയാണ് ഇവിടെ നിന്നുള്ള ആശാമാർ എല്ലാവരും. വിനോദ്, തീർച്ചയായും ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി സമീപത്ത് തന്നെ അംഗൻവാടി ജീവനക്കാരും അവരും സമരം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആശാ വർക്കർമാർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സമരപന്തലിൽ നിന്നും ശ്രീനന്ദ.